സ്വപ്നങ്ങൾ അവ വിചിത്രമാണ്. സ്വപ്നം കാണുമ്പോൾ ഒരിക്കലും നമ്മൾ സ്വപ്നം കാണുകയാണെന്ന് മനസ്സിലാക്കാറില്ല. മറിച്ച് ഉണരുമ്പോഴാണ് സ്വപ്നമേത് യാഥാർത്ഥ്യമേത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. സ്വപ്നങ്ങൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ നിയന്ത്രിക്കാൻ സാധിച്ചാലോ? ആൻ ഇൻഫിനിറ്റ് വേൾഡ് വിത്ത് എൻഡ്ലെസ് പോസിബിലിറ്റീസ്. ആരുമാകാം, എന്തും ചെയ്യാം. ഞാൻ ഇതിനാണ് കഴിഞ്ഞ 3 മാസമായി ശ്രമിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളെ ലൂസിഡ് ഡ്രീമിംഗ് വഴി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. കഥ തുടങ്ങുന്നത് ഇവിടെയല്ല. കഥ തുടങ്ങുന്നത് എൻ്റെ സ്വപ്നത്തിൽ നിന്നാണ്. ഞാൻ 2 വർഷമായി എന്നും കാണുന്ന ഒരു ദുസ്വപ്നം. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നത് ഇങ്ങനെയാണ്. സ്വന്തം കഴുത്ത് ആരോ അറുക്കുന്ന വേദനയുമായി. ഓരോ തവണയും അയാൾ എൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ എനിക്കറിയാം ആ കത്തിയുടെ മൂർച്ച. എൻ്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കത്തിയുടെ വേദന അതെനിക്ക് മാത്രമേ അറിയൂ. ദ ഡ്രീം ടു ഗോ മൈ ലൈഫ്. ഉറങ്ങാൻ എന്തിന്, ഒന്ന് കണ്ണടയ്ക്കാൻ കൂടി പേടിയാണ്. പിന്നെ ആ സ്വപ്നം കാണുന്നത് നിർത്താനായിരുന്നു എൻ്റെ ശ്രമം. ബുക്സ്, ഇൻ്റർനെറ്റ്, എവറിത്തിങ്. ഞാൻ എല്ലാം ശ്രമിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച വഴിയാണ് എക്സോഷൻ. നമ്മൾ ഒരിക്കലും തളർന്നു കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണാറില്ല. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തളർന്നു കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നെയും സ്വയം തളർത്തി. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. ഇങ്ങനെ ഒരുപാട് വഴികൾ അടഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ തുറന്നു നിന്ന അവസാനത്തെ വഴിയാണ് ലൂസിഡ് ഡ്രീമിംഗ്. സ്വപ്നങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ്. പിന്നെ എൻ്റെ ശ്രമം മൊത്തം അതിന് പുറകെയായിരുന്നു. അങ്ങനെ 3 മാസം പിന്നിട്ടു. ഐ സ്റ്റാർട്ടഡ് ലൂസിങ് ഹോപ്പ്. പക്ഷേ ദൈവം അപ്പോഴാണ് ഓരോ പുതിയ വഴികൾ തുറന്നു വന്നത്. ബേബി, നീ എന്തിനാ വിളിച്ചേ? നീ ഇരിക്ക്, പറയാം. ഞാൻ വിളിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കേട്ട അറിവാണ്. ഒരാളുണ്ട്, ഡെന്നിസ് പോത്തൻ, സൈക്കോളജി സ്റ്റുഡൻ്റാണ്. നീയും എന്നെ വട്ടനാക്കാൻ നോക്കണോ? എടാ, നീ പറയുന്നൊന്ന് മൊത്തത്തിൽ കേക്ക്. അയാൾ ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളാണ്. അയാളുടെ തീസിസും തിയറിയൊക്കെ ക്യാമ്പസ് മുഴുവൻ ഫേമസ് ആണ്. ചിലപ്പോൾ നിൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അയാൾക്ക് തരാൻ പറ്റും. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നു ഇത് ശരിയാവുന്നു. നമുക്ക് ശ്രമിക്കാടാ. ഞാനിപ്പോൾ പോവുകയാണ്. നീ നിൻ്റെ വഴിക്ക് അന്വേഷിക്കും, ഞാൻ എൻ്റെ വഴിക്ക് നോക്കാം. വൈകിട്ട് വിളിക്കും. പിന്നെ ഞാൻ അവൻ്റെ പുറകെയായിരുന്നു. എൻ്റെ അതേ ഭ്രാന്തുള്ളത്. ഒരു പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ പറ്റുന്നൊരാൾ, ഡെന്നിസ് പോത്തൻ.
2 വർഷമായിട്ട് ഒരേ സ്വപ്നവും വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിച്ചാലേ പറ്റൂ. ലൂസി ഡ്രീമിങ് അല്ലാണ്ട് എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. എടാ, നീ വിചാരിക്കും പോലെ ലൂസിഡ് ഡ്രീമിംഗ് വഴി നിൻ്റെ സ്വപ്നങ്ങളെ നിനക്ക് നിർത്താൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാം, അത്രയും നിനക്ക് പറ്റും. എൻ്റെ സ്വപ്നത്തിൽ ആ 2 പേര് വരുന്നതിന് മുമ്പേ വേണമെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. അവർ വന്നപ്പോൾ ഞാൻ നേരിടാനും ശ്രമിച്ചില്ല. ആ റൂമിൽ കൈയൊന്നും കെട്ടിയിട്ടില്ലാത്തപ്പോൾ കൂടി ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. അയാളെ നേരിടുന്നില്ല. സ്വപ്നം കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഇതൊക്കെ ഓരോരോ പോസിബിലിറ്റീസ് അല്ലേ? എടാ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലൂസിഡ് ഡ്രീമിംഗ് നീ വിചാരിക്കും പോലെ അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഞാനിത് 3 മാസം കൊണ്ട് ശ്രമിക്കുക. എടാ, നീ പേടിക്കണ്ട, നീ വാ, നമുക്കിന്ന് രാത്രി നോക്കാം. ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാൻ നീ നിൻ്റെ റെം സ്ലീപ്പ് എത്തണം. അതിന് നീ നല്ല ഫോക്കസ് ചെയ്യണം. നിൻ്റെ ശരീരത്തെ നീ ഉറങ്ങിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഇനി കിടന്നോളൂ. റിമെമ്പർ, നല്ലോണം ഫോക്കസ് ചെയ്യണം. റിലാക്സ്. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് ശ്രമിക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. നിങ്ങൾ എന്തിനാ ലൂസി ഡ്രീമിംഗ് ചെയ്യാൻ തുടങ്ങി? അതൊരു കഥയാണ്. പറഞ്ഞോ, സമയമുണ്ടല്ലോ. എനിക്ക് പണ്ടൊരു അഡിക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, കൊക്കീൻ. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് കാരണം ഒരുപാട് പ്രോബ്ലംസ്. എൻ്റെ പഠിത്തം, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം നഷ്ടപ്പെട്ടു. ഇത് നിർത്താൻ വേണ്ടി തുടങ്ങിയൊരു വഴിയാണ് ലൂസിഡ് ഡ്രീമിംഗ്. ഞാനിപ്പോഴും കൊക്കൈൻ അടിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സ്വപ്നങ്ങളാണെന്നേ ഉള്ളൂ. ഇതുകൊണ്ട് എനിക്ക് ഫിസിക്കലി ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. ലൂസി ഡ്രീമിംഗ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പോസിബിലിറ്റീസ് ആർ എൻലെസ് എന്നല്ലേ? ബ്രില്യൻറ്റ്. നോട്ട് ക്വൈറ്റ്. ഒരു കണക്കി പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അഡിക്റ്റ് അല്ലേ. ലൂസിഡ് ഡ്രീമിംഗ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നേ എന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നമ്മുടെ ശ്രമങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ വി ബിലീവ്ഡ് ഇൻ അവർ സെൽസ്. 7 എന്ന നമ്പറിന് എൻ്റെ ലൈഫിൽ ഒട്ടേറെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതൊന്നും ഇവിടെ പ്രസക്തിയില്ലായിരിക്കും. ബട്ട് ഡേ 7 എന്നത്തെ ദിവസം പോലെ ആവല്ല ഇന്ന് ഇത് നടക്കണം. ഇന്ന് എന്നത്തെ ദിവസം പോലെ ആവില്ല. ദിസ് ഈസ് 5 സ്റ്റെപ്പ്. ഇത് നിന്റെ ബ്ലഡിൻ്റെ സെറോട്ടോണിൻ ലെവൽ കൂട്ടി നിന്നെ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ട്രൈ ദിസ്. ഇതെനിക്കറിയാം. ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ്? കൊക്കൈൻ ഒപ്പിച്ച്. പിന്നെയാണോ ഇത്? അന്നുകൊണ്ടെല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹലോ എടാ, ഞാൻ വീണ്ടും കണ്ടടാ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് മടുത്തു. എത്ര ശ്രമിച്ചിട്ടും ഇതിൻ്റെ പുറകെ ജീവിതം കളയാൻ എനിക്ക് വയ്യ. രവി, റിലാക്സ്. ഇത്ര എത്തിയിട്ട് കളയുന്നതിൽ ഒരു അർത്ഥമില്ല. നമുക്ക് ശ്രമിക്കാം. ഡെന്നിസ്, ഒന്ന് പറ. ഞാൻ നോക്കിയിട്ട് തന്നെ ഒരു വഴിയേ ഉള്ളൂ. 2 വർഷമായി നിന്നെ കൊല്ലുന്നവനെ നീ തന്നെ കൊല്ലണം. നിന്റെ സ്വപ്നങ്ങളെല്ലാം ചിലപ്പോൾ നിലനിൽക്കുന്നതിന് അവൻ മേ ബി നീ അവനെ കൊന്ന. ഇന്നുകൊണ്ടെല്ലാം അവസാനിക്കും. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ പറഞ്ഞെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നെ കൊണ്ട് പറ്റോടെ രവി.
വർഷമായി എന്നും കൊല്ലുന്നവന് നീ തന്നെ കൊല്ലും. ഇതല്ലേ നിങ്ങളുടെ ഡ്രീമിൻ്റെ ലൊക്കേഷൻ? ഒന്നുമില്ലെങ്കിലും നമ്മൾ ചെയ്തൊന്നും വെറുതെ ആയില്ലല്ലോ. ഇതെങ്ങനെയാ പറയണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഐ നീഡ് യു ഹെൽപ്പ്. കുറേ നാളായിട്ടൊരു സ്വപ്നം കാണും. ഇറ്റ്സ് ടേക്കിംഗ് ഓവർ മൈ ലൈഫ്. എനിക്ക് ലൂസിഡ് ഡ്രീമിംഗ് പഠിക്കണം.